ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത്. എല്ലാ വീട്ടമ്മമാരെയും അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ ഒരു ക്ലീനിങ് സെക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ഇതുപോലത്തെ ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 3 ബർണറുള്ള സ്റ്റൗവിൻ്റെ 2 ബർണേഴ്സ് ഇതേപോലെ വെച്ചിരിക്കുന്നത്. കാരണം അഴുക്കായിട്ടുള്ളൊരു സാധനം ക്ലീൻ ചെയ്തല്ലാതെ കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ 2 ബർണേഴ്സ് ഞാൻ ക്ലീൻ ചെയ്യാതെ വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരു ബർണർ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് തന്നെ വെക്കുന്നതാണ്. അപ്പം ഈ 2 ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാതെ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, എത്ര എളുപ്പത്തിലാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്കതിന് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. നമ്മുടെ വീടുകളിലെല്ലാം ഇപ്പോൾ ബേക്കിംഗ് എല്ലാവരും ചെയ്യുന്നതാണ്. ഈ ഒരു ലോക്ക്ഡൗൺ സമയമൊക്കെ വന്നതോട് കൂടിയിട്ട് എല്ലാവരും ബേക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പം ബേക്കിംഗ് സോഡ എന്തായാലും വീട്ടിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്കത് ആദ്യമായിട്ട് ഇതേപോലെ ഈ ഒരു സ്റ്റവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് വെള്ളമൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇതങ്ങനെ തന്നെ ആ അഴുക്കുള്ള ഭാഗത്ത് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ശരിക്കും ഈ ഓയിലിൻ്റെയൊക്കെ വേസ്റ്റും അതേപോലെ ഫുഡിൻ്റെ വേസ്റ്റും പുകയും എല്ലാം കൂടെ പിടിക്കുന്ന സമയത്താണ് ഈ ഒരു ഇത്രയ്ക്ക് ഒരു അഴുക്കായിട്ട് വരുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുക, സാധാരണയായിട്ട് ഒരു തുണി മുക്കി തുടയ്ക്കുകയാണെങ്കിലൊന്നും ക്ലീൻ ആയിട്ട് കിട്ടില്ല, കുറച്ചൊരു പാടാണ്. അപ്പം നമുക്ക് ഇതേപോലെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിന് വേണ്ടത് വിനീഗറാണ്. വിനീഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സുർക്ക നമ്മൾ അച്ചാറിലൊക്കെ ഒഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉപ്പിലിടുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സുർക്ക എന്ന് പറയുന്ന വിനാഗിരി അല്ലെങ്കിൽ വിനീഗറാണ്. അപ്പോൾ വൈറ്റ് വിനാഗിരിയാണ് നമ്മളിപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതും കൂടെ നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ വിതറിയ സ്ഥലത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നത്. കണ്ടില്ല, ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് എന്തെങ്കിലും ഒരു നമ്മൾ ഡിഷ് വാഷ് എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിമ്മിൻ്റെ ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു 2 സ്റ്റവിൻ്റെ ഭാഗത്തും ബർണറിൻ്റെ ഭാഗത്തും ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഭാഗം എങ്ങനെ ഉണ്ടായിരുന്നു, അതേപോലെ ഇപ്പോൾ ഈ ഒരു ഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്താണ് കുറച്ചുള്ളത്. നമുക്കിനി ഇപ്പോൾ ഇത്രയും നേരം ചെയ്തതുപോലെ തന്നെ ഒന്ന്
ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഉരച്ചു കൊടുത്താൽ ആ ഭാഗം കൂടെ ക്ലീൻ ആയിട്ട് കിട്ടും. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനിയും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ഇനിയും ഇടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ചെയ്തതുപോലെ തന്നെ ഒന്നും കൂടെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഭാഗവും നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു സ്റ്റൗ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റൗ കണ്ടില്ലേ, ഇതേപോലെ ഇരുന്നതാണ് ആദ്യത്തേതും. ഇനി ഇതും കൂടെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് നോക്കാം എത്രയാണ് മാറ്റം ഉണ്ടാകുന്നതെന്ന്. കണ്ടില്ലേ, ഇത് ഇത്രയും മാറിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അഴുക്കുള്ളതായിരുന്നു, നിങ്ങൾ കണ്ടു, ഇതേപോലെ ഉള്ളതായിരുന്നു. ഇത് രണ്ടാമത്തെ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഇതുപോലെയായി വന്നിട്ടുണ്ട്. വളരെയധികം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.